ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പുഴുങ്ങലരി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ അധിക പേരൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ചെയ്യാ റൈസ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ റേഷൻ കടയിൽ അരി എടുക്കാം, മട്ട റൈസ് എടുക്കാം, അങ്ങനെ ഏത് അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം. പുഴുങ്ങലരി ആയാൽ മതി. പുഴുങ്ങലരി ആണെങ്കിലാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഇനി പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കാം. പുഴുങ്ങലരി ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഹോൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് സമയം കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂർ നേരമാണ് ഇത് കുതിർത്തിട്ടുള്ളത്. കാരണം ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി തന്നെ അരി വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കുതിർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് ആയിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊരു അരിപ്പയിൽ നന്നായിട്ടൊന്ന് ഊറ്റി വെക്കാം കേട്ടോ. ഇതിലെ വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറായിരുന്നല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിറഞ്ഞിട്ട് പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ ജാറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവി കയറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഇതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുട്ടിൻ്റെ ഒരു ഷേപ്പ് കിട്ടണമെന്നൊന്നുമില്ല, വേറൊരു ഐറ്റമാണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കിത് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ആവി കയറ്റിയെടുത്തപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പൊടി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഐറ്റം റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നെയ്യോ എടുക്കാം കേട്ടോ. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇത് 4ആണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തന്നെ ഇത് വഴന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വഴറ്റി നല്ല സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വഴറ്റിയാൽ മതി കേട്ടോ. കാരണം ഈ വെജിറ്റബിൾസ് നമുക്ക് കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ ആവിയിൽ വേവിച്ചിട്ടുള്ള ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചട്ടുക വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ്. റവ വെച്ചുണ്ടാക്കുന്ന ഉപ്മാവിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്